രാഹുൽ മാങ്കൂട്ടം MLA ആയി നിൽക്കാൻ ഒരു നിമിഷം പോലും യോഗ്യനല്ല എന്ന് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത്. DYFI ഒരു പടി കൂടി കടന്നിട്ട് രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് DYFI ആണ് ഒരു പടി കൂടി കടക്കുന്നത്. ആ പടി കടക്കാൻ CPM-നുള്ള തടസ്സം എന്താണ് സനോജെ? DYFI ആണ് ഒരു പടി കൂടി കടന്ന് കുറച്ചുകൂടി ധീരമായി പറയുന്നത്. CPM-ന് ആ പടിപടക്കാനുള്ള പ്രശ്നം എന്താണ്? എന്തിനാണ് VN വാസവൻ പൊതുസമൂഹത്തെ പിടിക്കുന്നത്? CPM പറ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം ഒഴിഞ്ഞുപോ എന്ന പ്രസ്താവന ഇറക്ക്. എന്തിനാണ് ഈ പറയുന്ന ഒതളങ്ങ വെള്ളത്തിൽ കിടക്കുന്ന മട്ടിലെ ഈ നിലപാടില്ലായ്മ? നിങ്ങൾ ഈ ചർച്ച വഴിതിരിച്ചുവിടരുത്. അത് വഴിയേ അറിഞ്ഞോളൂ. മാധ്യമപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഹാഷ്മി ഈ പറയുന്ന ഇരകൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അതിനോട് ഞാൻ പ്രതികരിക്കും. തീർച്ചയായും അത്തരം ആശങ്കകളെ ഞാൻ കണക്കിലെടുക്കും. സ്വാഭാവികം. ഞാൻ ഇവിടെ സനോജിനോട് ഒരേ ഒരു കാര്യം മാത്രമാണ് പറയുന്നത്. ഈ പറയുന്ന മുകേഷ് അടക്കമുള്ള നിരവധി ഉദാഹരണങ്ങളുണ്ട്. CPM-ന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്ന മാന്യദേഹം ആരാ? P. ശശി. അദ്ദേഹത്തിന് നേരെ ആ പാർട്ടിക്കകത്തു നിന്ന് പോലും ഉയർന്ന ആരോപണങ്ങൾ എന്താ? CKP പത്മനാഭൻ എന്ന് പറയുന്ന കർഷക സംഘത്തിന്റെ സംസ്ഥാന നേതാവായിരുന്ന മനുഷ്യന്റെ മകൾ മുതൽ DYFI നേതാവിന്റെ ഭാര്യയുടെ കാര്യത്തിൽ പോലും ഇടപെട്ട ഈ P. ശശിക്ക് പിന്നീട് ഡബിൾ പ്രൊമോഷൻ കൊടുത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രതിഷ്ഠിച്ച പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗത്തിന്റെ നേതാവാണ് സനോജിനെ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞങ്ങളെ സംബന്ധിച്ച് ഈ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ യുവജന പ്രസ്ഥാനത്തിലെ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിൽ നിലപാടെടുക്കണമെന്ന് പറയുന്ന ആർജവമുണ്ട്. ഇവിടെ സനോജിന്റെ പ്രസ്ഥാനത്തിൽ ആരെയും അങ്ങനെ കണ്ടിട്ടില്ല. ഇവർക്ക് ശശിയെ പേടിയാണ്, പിണറായി വിജയനെ പേടിയാണ്. ഞാനൊരു കാര്യം പറയാം, ഹാഷ്മി പറയുമ്പോൾ ഞങ്ങൾ പ്രതികരിക്കാം, അംഗീകരിക്കാം. പക്ഷേ ശശിയുടെയും പിണറായി വിജയന്റെയും പ്രസ്ഥാനത്തിലിരുന്ന് ഈ സദാചാര ഗീർവാണം സനോജ് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതല്ല ഉദ്ദേശം.